SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ED റെയ്ഡ് PFIക്ക് സാമ്പത്തിക സഹായം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നമുക്കറിയാം SDPI അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസി അറസ്റ്റിലായതിന് ശേഷം ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. അതിൽ PFIയും SDPIയും ഒരേ തൂവൽ പക്ഷികൾ എന്ന് തന്നെയാണ് ED വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കം ഇരുവർക്കും പങ്കുള്ള കാര്യവും ED വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ED റെയ്ഡ് നടക്കുമ്പോൾ എന്തെല്ലാം രേഖകൾ പിടിച്ചെടുക്കാനായിരിക്കും EDയുടെ ശ്രമം? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. PFI SDPIയും രണ്ടും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. അതുതന്നെയാണ് ED സമർപ്പിച്ച റിപ്പോർട്ടിനും ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മലപ്പുറം SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. രാവിലെ ഏകദേശം 10 മണിയോട് കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചത്. അതിനുശേഷം ഇവിടെ പോലീസുകാരെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടാണ് ED ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയത്. PFI പ്രവർത്തകർക്ക് അതോടൊപ്പം തന്നെ PFIയുടെ നേതാക്കൾക്കും അടക്കം അവർ SDPIക്ക് ഫണ്ട് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത്. PFI പലപ്പോഴും സമാഹരിച്ച തുക അടക്കം SDPIയിലേക്ക് പോയിട്ടുണ്ട്. SDPIയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചാണ് എന്ന വിവരമെല്ലാം ED ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. PFI നിരോധിത സംഘടനയാണ്. പക്ഷേ അതീവ രഹസ്യമായി PFIയിലെ പല ആളുകളും പ്രവർത്തകരും എല്ലാം തന്നെ SDPIയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. SDPI PFIയുടെ ഒരു രാഷ്ട്രീയ സംഘടന കൂടിയാണ്. അതുകൊണ്ട് തന്നെ SDPIയെ നിരോധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. PFIയുടെ നിരവധി പ്രവർത്തകരും നിരവധി നേതാക്കളും SDPIയിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ SDPIയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ PFIയുടെ പേരിൽ വരുന്ന പല ഫണ്ടുകളും SDPIയിലേക്ക് പോയിട്ടുണ്ട്. ആ ഫണ്ടുകളുടെ സാമ്പത്തിക സ്രോതസ് അടക്കം അന്വേഷിക്കുകയാണ് ഇപ്പോൾ ED ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പരിശോധന നടത്തുന്നത്. നിരവധി രേഖകളടക്കം ED പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ് രോഹിണിയുടെ. ശിവദാസ്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു എതിർപ്പ് SDPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? കാരണം നമുക്കറിയാം, മുൻപൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റെയ്ഡ് വരുമ്പോൾ അവിടെ തന്നെ പ്രാദേശികമായി ഇത്തരത്തിൽ അണികൾ ചേരുകയും വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഇവരെ എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഇത്തവണ എങ്ങനെയാണ് അവർ സഹകരിക്കുന്നത്? നിലവിൽ ഇപ്പോൾ SDPIയുടെ മറ്റ് പ്രവർത്തകരൊന്നും തന്നെ ഈ ഭാഗത്തിലെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളൊന്നും ഇവിടെ ഇല്ല. 2-3 നേതാക്കൾ മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് ഈ പരിശോധന നടക്കുന്ന ഈ ഒരു ഭാഗത്തുള്ളത്. നഗരത്തിൽ തന്നെയാണ്, മലപ്പുറം നഗരത്തിൽ തന്നെയാണ് SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടെ മറ്റ് പ്രവർത്തകരോ മറ്റ് അണികളോ എത്തിയിട്ടില്ല. കാരണം അതീവ രഹസ്യമായിട്ടായിരുന്നു EDയുടെ ഇത്തരത്തിലുള്ള ഒരു പരിശോധന ആരംഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള SDPI പ്രവർത്തകർക്ക് പോലും അത്തരത്തിലുള്ള ഒരു വിവരം ED വരുന്ന വിവരം പോലും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും അത്തരത്തിൽ മറ്റ് പ്രവർത്തകരൊന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ അവർ ഈ ഒരു പരിശോധനയുമായി സഹകരിക്കുന്നുണ്ട്. കാരണം അതീവ സുരക്ഷാ സംവിധാനത്തിലാണ് ED ഇവിടെ ഈ പരിശോധന നടത്തുന്നത്. പട്ടാളത്തിന്റെ അടക്കമുള്ള ഒരു സഹായത്താൽ ആണ് ഇപ്പോൾ ED ഇവിടെ പരിശോധന നടത്തുന്നത്. നിലവിൽ SDPI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും നേതാക്കളുടെ ഭാഗത്തുനിന്നും വലിയ ഒരു എതിർപ്പ്, കാരണം അത്തരത്തിലുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു എതിർപ്പ് നിലവിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഏകദേശം 1 മണിക്കൂർ പിന്നിട്ട പരിശോധന ഇപ്പോഴും ഇവിടെ തുടരുകയാണ് രോഹിണി. ശരി. SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ED റെയ്ഡ്. ശിവദാസ് കന്മനം വിവരങ്ങൾ നൽകിയത്.